പ്രസന്റേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും വളരെ ക്ഷമാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ കേൾക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. ചിലപ്പോൾ ഇതിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യമായിട്ട് ചിലപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സരസ്വതി മാഡം ആയിക്കോട്ടെ, രമ്യ മാം ആയിക്കോട്ടെ, വളരെ മനോഹരമായിട്ട് ഈ ഒരു പ്രോഗ്രാം ഇത്ര നേരം കോർഡിനേറ്റ് ചെയ്തു. ഒരു സാധാരണ വീട്ടമ്മയാണ് സരസ്വതി മാഡം. കൂടെ ഒരു പലചരക്ക് കട നടത്തുന്നുണ്ട് സ്വന്തം വീട്ടിന്റെ ഇതിൽ തന്നെ. അതുപോലെ തന്നെ രമ്യ മാഡം ഒരു ചെറിയൊരു കൈത്തൊഴിൽ എന്നുള്ള രീതിയിൽ മാഡത്തിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് കയറി വന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. കാരണം ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 100-200 പേരൊക്കെ ആയിരുന്നു കൗണ്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഏകദേശം ഒരു 400-ൽ കൂടുതൽ കൗണ്ടുകൾ ഉണ്ട്. അപ്പൊ കുറെ ആളുകളൊക്കെ പ്ലാനിന്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി വന്ന ആളുകളുണ്ട്. പകുതിയെ കേട്ടിട്ടുണ്ടാവുള്ളൂ, മുഴുവൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ട് ചെറിയൊരു രത്നച്ചുരുക്കം പറയണമെന്ന് വിചാരിക്കുന്നു. കാരണം ഫിജിക്കാർട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്നെ പോലുള്ള വ്യക്തികളോട് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ കുറച്ച് പോസ്റ്റില് അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ വാങ്ങിയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ ഫിജിക്കാർട്ട് എന്താണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഫിജിക്കാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഞങ്ങളെ പോലെ വരുമാനം ഇതിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവിതമാണ് ഫിജിക്കാർട്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഞങ്ങൾക്കൊക്കെ ഒരുപാട് സാധാരണപ്പെട്ട ആളുകളൊക്കെ കുറച്ചെങ്കിലും ഒരു ഫിനാൻഷ്യലി ഒന്ന് മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ജോലി കൊണ്ടല്ല. അതെനിക്ക് തോന്നുന്നു ഫിജിക്കാർട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഫിജിക്കാർട്ടിൽ നിന്നാണ് നമുക്കൊക്കെ കുറച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബിസിനസ് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഫിജിക്കാർട്ട് എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ തപ്പിയ ആളുകൾ ഉണ്ടാവും. ഫിജിക്കാർട്ടിനെ കുറിച്ച് നെഗറ്റീവ് കേട്ട ആളുകൾ ഉണ്ടാവും. മണി ചെയിൻ അല്ലേ എന്ന് പറയുന്ന ആളുണ്ടാവും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലേ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലേ, ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. പണ്ട് കുറെ മുന്നേ ഉണ്ടായിരുന്ന ഈ പരിപാടി ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ അരയും കുറയും കുറച്ചൊക്കെ കേട്ട ആളുകളൊക്കെയും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ആദ്യമായിട്ട് ഇത് എന്താണ് ഈ സംഭവം എന്ന് പോലും എന്നെ പോലെ ഞാനൊരു 4 കൊല്ലം മുന്നേ ഇതുപോലൊരു സൂം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പോലും അറിയാത്തൊരു കാലഘട്ടമാണ്. അറിയാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അത്രയും മന്ദബുദ്ധിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എംകോമും ബി.എഡും നെറ്റും സെറ്റും ഒക്കെ ക്ലിയർ ചെയ്ത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് കോളേജില് പത്രിപ്പാല സദരൻ കുമരൻ കോളേജില് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഫിജിക്കാർട്ട് എന്ന അവസരം ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യമായി കേൾക്കുന്ന ആളുകളുടെ ഒക്കെ മൈൻഡിൽ വന്നിട്ടുള്ളൊരു സാധനം ഇതായിരിക്കും, ഈ പറയുന്ന പേര് ഞാൻ മുന്നേ കേട്ടിട്ടില്ലല്ലോ. ഇത് തന്നെയായിരുന്നു ആദ്യം ഞാനും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ട് കേട്ടിട്ടുണ്ട്, ഇതെന്താണ് ഈ ഫിജിക്കാർട്ട്, ഞാൻ കേട്ടിട്ടില്ല. എന്തോ ഒരു ഉടായ്പം കൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് സമീപിച്ചിരിക്കുന്നു. ഇതായിരുന്നു ആദ്യത്തെ പ്രാവശ്യം ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫിജിക്കാർട്ടിന്റെ രൂപം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ സുഹൃത്ത് ഇതുപോലെ ഒരു ലിങ്ക് അയച്ചു തന്നു. പകുതി കേട്ടു, പകുതി കേട്ടില്ല, പകുതി മനസ്സിലായി, പകുതി മനസ്സിലായില്ല. മൂന്നാമതും ഞാൻ ഈ ബിസിനസ് പ്ലാൻ കേട്ടു. ആ ടൈം ആകുമ്പോഴേക്കും ഏകദേശം കോവിഡ് നല്ല പീക്ക് ലെവലിൽ എത്തിയിരുന്നു. അന്നാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം വളരെ സീരിയസ് ആയിട്ട് കേൾക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും ആ കോളേജിൽ ഞാനില്ലെങ്കിൽ കോളേജ് പോലും എന്താ പറയുക റണ്ണ് ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിൽ നടക്കുന്നതും കൊണ്ടും തീരെ സമയമില്ലായിരുന്നു ഇതൊന്നും കേൾക്കാൻ. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ ഇഷ്ടം പോലെ സമയം ഉണ്ടായി. കൂടെ കയ്യിൽ 10 പൈസയും ഇല്ലാത്ത അവസ്ഥ എത്തി. ഹസ്ബൻഡ്, അതുപോലെ തന്നെ ബ്രദർ, അച്ഛൻ എല്ലാവരും വിദേശത്താണ്. അതുകൊണ്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ് അവസരം ഏറ്റെടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല കോവിഡ് വരുന്നത് വരെ. കോവിഡ് വന്നപ്പോൾ ഇവരെല്ലാവരും ലോക്ക്ഡൌണും, ആർക്കും ജോലിയില്ല, വരുമാനമില്ല. ആ സമയമായപ്പോഴാണ് ഒരു അഡീഷണൽ വരുമാനം അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴില് എപ്പോൾ വേണേലും മുടങ്ങിപ്പോവാം. നമുക്കൊരു ആരോഗ്യ പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ ലോകത്ത് മൊത്തം ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന രമ്യമ്മയുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു യുദ്ധം വന്നാലോ ചിലപ്പോൾ ഒരുപാട് ആളുകളൊക്കെ എവിടെയെങ്കിലും ഒക്കെ ബാധിക്കാം. ഈവൻ ചിലപ്പോൾ അടുക്കള പോലും പുകയാത്തൊരവസ്ഥയിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാം എന്ന് നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ ഒരു ഫസ്റ്റ് ലോക്ക്ഡൗൺ പീരീഡിലാണ് ഇങ്ങനെയുള്ള കുറെ ബോധമൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെയാണ് ഫിജിക്കാർട്ടിന്റെ പ്ലാന് യാദൃശ്ചികമായിട്ടല്ല, വളരെ നിർബന്ധിതമായിട്ട് കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ മനസ്സിലാ മനസ്സോടുകൂടി ഫിജിക്കാർട്ട് എന്താണെന്ന് അറിയാൻ താല്പര്യപ്പെട്ടു.
അങ്ങനെ ഫിജിക്കാർട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ആണെന്ന് മനസ്സിലായി. ബോബി ചെമ്മണ്ണൂർ അറിഞ്ഞിട്ടാണോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? ബോബി ചെമ്മണ്ണൂർ അറിയോ, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ അറിയാതെ ആരെങ്കിലും തട്ടിപ്പ് നടത്തണോ നടക്കാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ആയി അന്വേഷിച്ചു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആണെന്ന് മനസ്സിലായി. ജ്വല്ലറി മേഖലയിലുള്ള ആളുകൾ എന്തിനാണ് ഫിജിക്കാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിജിക്കാർട്ട് പോലുള്ള ഒരു അപ്ലിക്കേഷൻ എന്നുള്ളതായിരുന്നു അടുത്ത സംശയം. അതെന്തിനാണ് സാധാരണ ജനങ്ങളെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്ക് അവസാനമാണ് ഫിജിക്കാർട്ട് ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ഇവിടെ കേൾക്കുന്ന ആളുകൾക്കൊക്കെയും ഈ സംശയം ഉണ്ടാവും, ഇതിൽ പറയുന്ന എമൗണ്ടുകളൊക്കെ കിട്ടുമോ? ഡെയിലി 2000 കൊടുക്കാൻ പറ്റുമോ? മാസം 10,000 പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ? ഒരു 50,000ത്തിന്റെ റൈഡർ ഫണ്ട്, ഈ ഫണ്ടൊക്കെ കേട്ട സമയത്ത് എനിക്ക് പുച്ഛായിരുന്നു. ഇതിലെ പകുതി പ്ലാനിൽ വന്ന ആളുകളൊന്നും ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ലാസ്റ്റ് കയറി വന്ന ആളുകൾ അറിയില്ല. ലാസ്റ്റ് കയറി വന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തന്ന ആളുകളോട് കൃത്യമായിട്ട് ഇതിലെ വരുമാനത്തെ കുറിച്ച് ചോദിക്കണം. കാരണം നമുക്ക് ഡെയിലി വരുമാനമുണ്ട്, മാസം തോറും വരുമാനമുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ അതും ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിനോടൊപ്പം തന്നെ ഒരു ആനുവൽ പ്രോഫിറ്റ് ഉണ്ട്, ഒരു കൊല്ലത്തിൽ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതം കമ്പനി തരുന്നുണ്ട്. ഇതിന് പുറമെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഒരു 50,000ത്തിന്റെ റൈഡർ ഫണ്ട്, 5 ലക്ഷത്തിന്റെ കാർ ഫണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ 50 ലക്ഷത്തിന്റെ ഫണ്ട്, ടൂർ പാക്കേജ്, ഇന്റർനാഷണൽ ട്രിപ്പ്, അതിന് പുറമെ 1 കോടി രൂപയുടെ വില്ല ഫണ്ട്. അല്ലെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ 50 ലക്ഷം 1 കോടി എന്നൊക്കെ, അല്ലെ. അതെന്തുകൊണ്ടാ വെച്ചാൽ ഫിജിക്കാർട്ടിൽ വന്നതിന് ശേഷം നമ്മളിവിടെ കോടികളുടെയും ലക്ഷങ്ങളുടെയും കണക്കുകളാണ് കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ ഞാൻ ഇതുപോലെ ഒരു സാധാരണക്കാരിയാണ്, ഒരു ടീച്ചറാണ്, അധ്യാപികയാണ്, രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ പണിക്ക് പോകുന്നു, തുച്ഛമായ ഒരു വരുമാനം നമ്മൾ മാസം തോറും വാങ്ങിക്കുന്നു, PSCക്ക് വേണ്ടി കഠിനമായി പ്രവർത്തിക്കുന്നു, 5 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നോട്ടിഫിക്കേഷൻ നോക്കുന്നു, കുത്തിയിരുന്ന് പഠിക്കുന്നു, തോക്കുന്നു, വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, ചിലതിലൊക്കെ ലിസ്റ്റിൽ വരും, ചിലതൊന്നും ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും, കാലഹരണപ്പെടും. അങ്ങനെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഫിജിക്കാർട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇന്റർവ്യൂ ഇല്ല, ക്വാളിഫിക്കേഷൻ വേണ്ട, എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, അല്ലെങ്കിൽ ഫിജിക്കാർട്ട് ഒരു ഇ-കൊമേഴ്സ് ആണ്, ഡയറക്റ്റ് കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിൽ ഒരു പ്രൊമോഷൻ വർക്ക് ഏറ്റെടുത്ത് ഒരു കമ്മീഷൻ വാങ്ങിക്കാനായിട്ട് ഈ പറയുന്ന ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല. എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല, ഒരു അഫിലിയേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും ചോദിക്കുന്നില്ല. ആകെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KYC ഡോക്യുമെന്റ്, അതായത് ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേരിൽ ഒരു ID രജിസ്റ്റർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഞാൻ സോപ്പ് ഉപയോഗിക്കാറുണ്ട്, ഷാമ്പു ഉപയോഗിക്കാറുണ്ട്, പല്ല് തേക്കുന്നതുകൊണ്ട് പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, ഡ്രസ്സ് എടുക്കാറുണ്ട്, അതുപോലെ ബെഡ്ഷീറ്റ് വിരിക്കാറുണ്ട്, അങ്ങനെയുള്ള കുറെ ക്ലീനിങ് ഐറ്റംസ്, ടോയ്ലറ്റ് ക്ലീനേഴ്സ്, ദിവസം പാത്രം കഴുകുന്നുണ്ട്, പാത്രം കഴുകുന്ന സാധനങ്ങളും, തുണി അലക്കുന്നതുണ്ട്, ഡിറ്റർജന്റ് ഷാമ്പൂസ് വാങ്ങാറുണ്ട്. ഇതെല്ലാം ഞാൻ ഒരൊറ്റ തവണ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിൽ നിന്ന് വാങ്ങി. ഇതാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനായിട്ട് ആകെ ചെയ്ത ഒരു കാര്യം. ഞാൻ ആകെ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. അന്ന് ഞാൻ വിമ്മിന്റെ പാത്രം കഴുകുന്ന ലിക്വിഡ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏരിയലിന്റെ വാഷിംഗ് പൗഡർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഡിറ്റർജന്റ് ഷാമ്പൂ ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഫിജിക്കാർട്ടിൽ വന്ന ശേഷം ഡിറ്റർജന്റ് ഷാമ്പൂ ഒക്കെ കാണുന്നത്. ഹാൻഡ് വാഷ് ഞാൻ ഉപയോഗിക്കുക പോലും ഉണ്ടായിരുന്നില്ല. കോവിഡ് വന്നതിന് ശേഷമാണ് ഹാൻഡ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഫിജിക്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഒരൊറ്റ തവണ ഒരു ബില്ലായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 2-3 മാസത്തേക്ക് ഒന്ന് ആലോചിച്ച്, എന്തായാലും മുടക്കുന്നു, അത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങളാവട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. കുറച്ച് ഹെൽത്ത് ഡ്രിങ്കുകളും കൂടെ വാങ്ങിച്ചു. കാരണം പ്രോട്ടീൻ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഒരൊറ്റ തവണ ഞാൻ 2021 ഏപ്രിൽ 4-ാം തീയതി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. വരുന്ന സമയത്ത് ബിസിനസ് ചെയ്യാൻ അറിയില്ല, ബിസിനസ് ആരോട് പറയണം എന്നറിയില്ല, അധികം കോണ്ടാക്റ്റുകളില്ല. കാരണം ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് തന്നെ ഫോൺ യൂസ് ചെയ്യാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ആളുകളോട് സംസാരിക്കില്ലായിരുന്നു. കാരണം ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്, ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അറിയില്ല, കുറെ കോണ്ടാക്റ്റുകളൊന്നുമില്ല, ആരോട് പറയണം എന്നറിയില്ല, ബിസിനസ് ചെയ്ത് മുൻ പരിചയമൊന്നുമില്ല, ഫാമിലിയിൽ ആരും ബിസിനസ് ചെയ്തിട്ടില്ല, അധ്യാപികയാണ്, ഞാൻ ആരോട് പോയി പറയാനാണ്, അങ്ങനെ ഒന്നും ഒരു ധാരണയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആ ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വരുമാനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. കാരണം ജീവിക്കണമല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ ബാങ്കുകാർ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കും. കാരണം പുതുതായി വീട് വെച്ച സമയത്താണ് കോവിഡ് വന്നിട്ട് കൊങ്ങയ്ക്ക് പിടിച്ചതും ലോൺ അടയ്ക്കാൻ പറ്റാണ്ടായതൊക്കെ. അപ്പൊ വേറെ ഒരു നിവൃത്തി ഇല്ലാതെയാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് ഏറ്റെടുക്കുന്നത്.
ആ ഒരു ടൈമില് എന്ത് ബിസിനസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോട് ചെയ്യണം എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നെ ഈ ഒരു ബിസിനസ് അവസരം തന്ന എൻ്റെ സുഹൃത്ത് എന്നേക്കാൾ മുന്നേ വന്നതുകൊണ്ട് തന്നെ അവളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്നെ ഗൈഡ് ചെയ്തു. വിജയിച്ച ആളുകൾ ഒരുപാടുണ്ട് ഈ ഒരു ബിസിനസ്സിൽ. അതായത് ഫിജിക്കാർട്ടിൽ നിന്ന് വരുമാനം വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള അതിനൊരു ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളിലൂടെ എങ്ങനെയാണ് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. പഠിക്കുന്നതിനോടൊപ്പം തന്നെ വരുമാനം കിട്ടി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ വരുമാനം എത്തിയ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് റെഫർ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു റെഫറൽ ഇൻകം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ആ റെഫറൽ ഇൻകത്തിലൂടെ എനിക്കൊരു വലിയൊരു ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റി. ആ ടീമിലൂടെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന സെയിൽസ് അല്ല എൻ്റെ സെയിൽസ് മാനേജർ എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയെടുത്ത വലിയൊരു ടീം. ആ ടീമിലൂടെയാണ് എനിക്ക് മാത്രമല്ല എൻ്റെ ടീമിലുള്ള എല്ലാ ആളുകൾക്കും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ഫിജിക്കാർട്ടിന്റെ ടീം മെമ്പേഴ്സിനും വരുമാനം കിട്ടുന്നത്. അങ്ങനെ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പോസ്റ്റിലെത്തി. അപ്പൊ ഇവിടെ നമ്മൾ സംശയത്തോടെ കണ്ടിരുന്ന സാധനമാണ് മാസം ഒരു 10,000 രൂപ കിട്ടുമോ. ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് മാസം ഒരു 10,000 രൂപ ഉണ്ടാക്കാനായിരുന്നു. കാരണം എനിക്ക് കിട്ടുന്നത് ഒരു 12,000 രൂപയായിരുന്നു സാലറി. ഈ 12,000 രൂപയുടെ കൂടെ ഒരു അഡീഷണൽ ഒരു 10,000 രൂപ കൂടി പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്താൽ കിട്ടും എന്ന് കേട്ടപ്പോൾ ആ ഒരു 10,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ 10,000 രൂപ, അതായത് കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്ന സമയത്ത് പെർഫോമൻസ് ബോണസ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ കയറുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ അന്ന് വന്നത് 10,000 ആയിരുന്നില്ല, 70,000 രൂപയായിരുന്നു. ആ ഒരു മാസം എൻ്റെ അക്കൗണ്ടിൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് ചെയ്തത് കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുള്ള വരുമാനം. ഞാനൊരു 7 മാസം കഷ്ടപ്പെട്ട് കോളേജിൽ പോയാൽ കിട്ടുന്ന പൈസയാണ് ഏകദേശം ഒരു 45 ദിവസം കൊണ്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിലൂടെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് വളരെ സീരിയസ് ആയിട്ട് ഫിജിക്കാർട്ട് ഏറ്റെടുത്തത്. അപ്പോൾ നമ്മുടെ എല്ലാ ആളുകൾക്കൊക്കെ ഉണ്ടാവും അല്ലേ, ഇത് എന്താണ് ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്ന പോലെയുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ പറയുന്ന ബാക്കിയുള്ള എല്ലാ ആപ്പുകളിലും പൈസ എങ്ങനെ ചെലവാക്കാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. കാരണം നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു, സാധനം വീട്ടിലേക്ക് എത്തുന്നു, നമ്മൾ പെർമനന്റ്ലി കസ്റ്റമർ ആവുന്നു, വരുമാനം കമ്പനിക്ക്, ലാഭം കമ്പനിക്ക്, അല്ലെ, ഫ്ലിപ്കാർട്ടിനോ ആമസോണിനോ ആർക്കും ആയിക്കോട്ടെ. പക്ഷേ ഫിജിക്കാർട്ട് എന്ന് പറയുന്നത് ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ആണ്, അതും ഒരു അപ്ലിക്കേഷൻ ആണ്. പക്ഷേ അവിടെ ചെലവ് ഉണ്ടാക്കുക മാത്രമല്ല, ആ ചെലവിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ LPG-യുടെ ഷോർട്ടേജ് നല്ലോണം ആവുന്ന ഒരു ടൈമാണ് അല്ലെ. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പൈസ കൊടുത്താൽ മാത്രമേ ഗ്യാസ് കുറ്റി വീട്ടിൽ എത്തുള്ളൂ. ഇന്ന് എൻ്റെ അനുഭവമാണ്, 200 രൂപ എക്സ്ട്രാ തരാന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 20 ദിവസമായിട്ട് ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനം ഇന്ന് വീട്ടിലെത്തിയത്. അപ്പൊ അത് ഇല്ലാഞ്ഞിട്ടല്ല, തരാഞ്ഞിട്ടാ, എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ടൈമിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് പോംവഴികൾ നോക്കുക അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയണേ, ഇവിടെയുള്ള എല്ലാ ആളുകളും ചിലപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു ഗ്യാസ് സ്റ്റോപ്പ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. ഇന്ന് ഈ ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ഒരു 2,000-നും 3,500-നും 4,000-നും ഇടയിലുള്ളൊരു എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഈ ഒരു സാധനം നമ്മൾ പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒരു കസ്റ്റമർ മാത്രം ആവുകയാണെന്നുണ്ടെങ്കിൽ, ഈ സെയിം സാധനം ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനിലും ഉണ്ട്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ മൺചട്ടി അടക്കം വെക്കാം, ഏത് പാത്രം യൂസ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഫിജിക്കാർട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കമ്പനിയുടെ കസ്റ്റമർ മാത്രമല്ല, അതിന്റെ കൂടെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമ്പനിയുടെ ബിസിനസ് പാർട്ട്നേഴ്സ് കൂടി ആയി കഴിഞ്ഞു. നമുക്കൊരു പാർട്ട്ണർഷിപ്പ് കൂടിയാണ് കിട്ടുന്നത്. സാധനം വാങ്ങുന്നതിലൂടെ സാധനം, ഇനിയിപ്പോ നിങ്ങൾ ഇതേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡക്ഷൻ കുക്കറോ മറ്റു സാധനങ്ങളോ വേറൊരാൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു വരുമാനം കൂടിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതായത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു ബിസിനസ് ആണ് ഫിജിക്കാർട്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു ബിസിനസ് ആണ് ഫിജിക്കാർട്ട്. കാരണം കോവിഡ് വരുന്നതിന് മുന്നേ ഫിജിക്കാർട്ട് ഉണ്ട്. 2018 ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2020 കോവിഡ് വരുന്ന സമയത്ത് ഫിജിക്കാർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഫിജിക്കാർട്ടിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിയിട്ടുള്ള ആളുകൾ, കോവിഡിന്റെ സമയത്ത് ഒരാൾക്കും വരുമാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഓൺലൈനിലൂടെ കച്ചവടം നടത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ വരുമാനം വാങ്ങിച്ചു അല്ലെ. ഇന്ന് നമ്മളൊക്കെ വളരെ ബിസി ആയിട്ട് ഓടുന്ന സമയത്ത് പറയുന്ന ഒരു സാധനമാണ് സമയമില്ല അല്ലെ. ഇന്ന് ഹോട്ടൽ തൊഴിലാളികൾ എടുത്തു നോക്കുക, പല ഹോട്ടലുകളും അടയ്ക്കുന്ന വക്കിലെത്തിയിട്ടുണ്ട്. കുറെ ഹോട്ടലുകൾ അടച്ചു. അപ്പൊ ആ ഹോട്ടലിലെ സ്റ്റാഫുകൾക്കൊന്നും ജോലിയില്ല. പല ആളുകളും വർക്ക് ഫ്രം ഹോം ആക്കി അല്ലെ.
അപ്പൊ ഒരുപാട് മേഖലകൾ ഇവിടെ എഫക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു അല്ലെ. നമ്മൾ എങ്ങനെയാണോ ഒരു ലോക്ക്ഡൌൺ പ്രതീതി വരുന്ന ഏകദേശം ആ ഒരു ലെവലിലേക്ക് നമ്മളെ യുദ്ധം ബാധിക്കുന്നുണ്ട് അല്ലെ. ഈ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിജി കാർഡിന്റെ വലുപ്പമൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോ ഈ ഒരു സമയത്ത് പോലും നമുക്ക് വരുമാനം ഉണ്ടാക്കാം. സാധാരണ ജനങ്ങൾ മറ്റ് ഓപ്ഷനുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തുകയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമാനം ഓൺലൈൻ ആയിട്ട് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് ഫിജി കാർഡ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും എഫക്ട് ചെയ്യുന്നത് ഞാൻ ഫിജി കാർഡ് ഏറ്റെടുക്കാൻ 2 കാരണങ്ങളാണ്. ഒന്ന് കടമാണെങ്കിൽ, രണ്ടാമത്തത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അച്ഛനും എന്നും പറയുന്ന ഒരു സാധനമാണ് നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാ. കാരണം ഞാനൊരു നിതാക്കത്തിന്റെ ഇരയാണ്. നിതാക്കത്തിന്റെ സമയത്താണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്, ഗൾഫിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്. അന്ന് ഹസ്ബൻഡിന് ജോലി പോയിരുന്നു, അതൊരു അടിയായിരുന്നു. രണ്ടാമത് കോവിഡ് വന്നത് അടിയായിരുന്നു. അപ്പൊ ഏത് സമയത്തും നമുക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയിലാണ് എന്ന് നമ്മളെ വിദേശ രാജ്യത്തുള്ള ആളുകൾ എന്നും ബോധിപ്പിച്ചിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ എന്ത് ചെയ്യും, നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ ആവശ്യമാണ്. റിസ്ക് അത് വേറെ അല്ലെ. നമ്മളൊക്കെ ഒറ്റയ്ക്ക് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസ്ക് വരണം. നമ്മൾ തന്നെ നിൽക്കണം. നമുക്ക് എവിടെയും അനങ്ങാൻ സാധിക്കില്ല അല്ലെ. ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അത്രയും എടുക്കാനോ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനോ നമ്മുടെ കയ്യിലില്ല. നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ചോദ്യം വലിയൊരു ചോദ്യമായിരുന്നു. ഈ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ളതിന്റെ ഉത്തരമായിരുന്നു ഫിജി കാർഡ് എന്ന് പറയുന്നത്. കാരണം ഞാൻ അന്ന് ഒരു പരീക്ഷണാർത്ഥം ഫിജി കാർഡ് ഏറ്റെടുത്തു. ഇന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ പേരില്, വാപ്പാന്റെ പേരില്, ഉമ്മാന്റെ പേരില്, അല്ലെങ്കിൽ എൻ്റെ അനിയന്റെ പേരിൽ. ഇന്ന് അനിയൻ വിദേശത്താണ്, ന്യൂസിലാൻഡാണ്. അവന് ഇവിടുന്ന് ന്യൂസിലാൻഡിലേക്ക് പോകുന്ന സമയത്ത് അവനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഫിജി കാർഡിൽ നിന്നാണ് വാങ്ങിച്ചു കൊടുത്തയച്ചത്. അതുകൊണ്ട് തന്നെ അവനിക്ക് ഫിജി കാർഡിൽ ഒരു ഐഡിയ ഉണ്ട്. നാളുകളിൽ എപ്പോ അവിടുന്ന് ജോലി ഇല്ലാതെ ഇവിടെ വന്നാലും നാട്ടിൽ ഇവിടെ സേഫ് ആണ്. കാരണം ഞാൻ അവൻ ഇവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്. ഇവിടെ ആരോടും ലീവ് ചോദിക്കണ്ട, ഒരു മാനേജറുടെ മുഖം കാണണ്ട, ഒരാളോടും തർക്കിക്കാൻ നിൽക്കണ്ട, ഒരു ടാർഗറ്റ് ഇല്ല, നിങ്ങളെ ആരും ഇവിടെ ഈ ജോബിൽ നിന്ന് പുറത്താക്കപ്പെടുന്നില്ല. നമ്മുടെ ഇത്ര ടൈം പീരീഡ് നമ്മൾ വർക്ക് ചെയ്യണമെന്നില്ല. ലേറ്റ് ആയി ചെന്നാൽ സാലറി കട്ട് ചെയ്യുന്നില്ല, നേരത്തെ ഇറങ്ങിയാലും സാലറി കട്ട് ചെയ്യുന്നില്ല. കല്യാണത്തിന് പോവാം, കാതൂത്തിന് പോവാം, എവിടെ വേണേലും ചെയ്യാം. കാരണം എൻ്റെ ബിസിനസ് ഞാൻ കൊണ്ട് നടക്കുന്നത് ഈ ഫോണിലാണ്. നമുക്ക് ഫോൺ എവിടെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുമോ അവിടെ നിന്നെല്ലാം നമുക്ക് ബിസിനസ് ചെയ്യാം. എവിടെയൊക്കെ നമുക്ക് ഇന്റർനെറ്റ് കിട്ടുമോ, എവിടെയൊക്കെ റേഞ്ച് കിട്ടുമോ അവിടെ നിന്നെല്ലാം നമുക്ക് ബിസിനസ് ചെയ്യാം. ലോകത്തിന്റെ നാനാഭാഗത്ത് ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാം. അതുകൊണ്ടാണ് നേരത്തെ സരസ്വതി മേഡം പറഞ്ഞ സമയത്ത് ഞാൻ പാലക്കാട്ടുകാരിയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള ഫിജി കാർഡിന്റെ ടീം എന്ന് പറയുന്നത് കേരളത്തിന്റെ അകത്ത് മാത്രമല്ല, തമിഴ്നാട് കോയമ്പത്തൂരുണ്ട്, ചെന്നൈയിലുണ്ട്, UAE-യിലുണ്ട്, ഒമാനിലുണ്ട്. ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഫിജി കാർഡിന്റെ മലയാളികളായിട്ടുള്ള അഫിലിയേറ്റും, അത് മാത്രമല്ല തമിഴ് പറയുന്ന ആളുകളും ഹിന്ദി സംസാരിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ എനിക്ക് ഹിന്ദി അറിയില്ല. എൻ്റെ ടീമിൽ ഒരുപാട് ആളുകൾക്ക് ഹിന്ദി അറിയാവുന്നുണ്ട്. ഹിന്ദി സംസാരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്, ഇംഗ്ലീഷ് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഇവിടെ ലാംഗ്വേജ് പ്രശ്നമല്ല, ആണാണോ പെണ്ണാണോ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. ചെയ്യാനുള്ള മനസ്സ് മാത്രം നമുക്ക് മതി അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ഇത് ലീഗൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 ഡയറക്ട് സെല്ലിംഗ് റൂള് വന്നതിന് ശേഷമാണ് ഫിജി കാർഡ് വരുന്നതും അതുപോലെ തന്നെ DSA റൂള് പ്രകാരമാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതും. ഏകദേശം 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ബോബി ചെമ്മണ്ണൂർ വരുന്നതും. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 58ഓളം ജ്വല്ലറി ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഏകദേശം 25,000 കോടി ആസ്തി ബാക്കപ്പ് ഉള്ള ഒരു കമ്പനിയുടെ ഏറ്റവും പുതിയൊരു പ്ലാറ്റ്ഫോമാണ് ഫിജി കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ബോബി ചെമ്മണ്ണൂര് കല്യാൺ ജ്വല്ലേഴ്സ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോപ്പ് പോലെ ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോർ ഇട്ടാൽ മതിയായിരുന്നു അല്ലെ. അപ്പോഴും കുറെ ആളുകൾക്ക് വരുമാനം കിട്ടും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതൊരു ഡയറക്ട് സെല്ലിങ്ങും ഇ-കൊമേഴ്സും കൂടി മിക്സ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വരുമാനം എത്താൻ സാധിച്ചത് അല്ലെ. ഇതില് ഈ പറയുന്ന നേരത്തെ പ്ലാന് പറയുന്ന സമയത്ത് രമ്യ മേഡം വളരെ മനോഹരമായിട്ട് പറഞ്ഞു, ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും, ഒരു പെയിന്റ് എടുത്താലും, EMI സ്കീമിൽ ഗോൾഡ് എടുത്താലും, അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസ് ചെയ്താലും ഒക്കെ നമുക്ക് ഇവിടെ വരുമാനം കിട്ടുന്ന രീതിയിലേക്കാണ് ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കത്തിൽ ഏകദേശം ഒരു 12-13 ലക്ഷം ആളുകൾ മാത്രമാണ് ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിലുള്ളത്. ഇത് കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ട് വലുതാവുന്ന സമയത്ത് ഏകദേശം 145 കോടി ജനങ്ങളിലേക്ക് ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം എത്തുന്ന സമയത്ത് ആദ്യം വന്ന് ആയ ആളുകളുടെ വരുമാനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം 14ഓളം ആളുകൾക്ക് 5 കോടിയിലധികം വരുമാനം, ഓരോ വ്യക്തികൾക്കും 5 കോടിയിലധികം വരുമാനം കൊടുത്തു കഴിഞ്ഞു കമ്പനി ഈ തുടക്കത്തിൽ തന്നെ. ഒരു 7-8 കൊല്ലം കൊണ്ട് ഒരു 8-10 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനിക്ക് സാധിച്ചു. ഏകദേശം 100-ൽ കൂടുതൽ ലക്ഷാധിപതികളെ സമ്പാദിക്കാൻ സാധിച്ചു.
ഇപ്പൊ എന്റെ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-25 ലക്ഷം രൂപ എനിക്ക് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ, അതിന്റെ പൈസ 2021 ഞാൻ കൊടുത്ത ഫിജിക്കാർട്ടിൽ നിന്ന് വാങ്ങിയ സാധനത്തിന്റെ പൈസയാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ബാക്കി 25 ലക്ഷത്തിന്റെ അടുത്ത് എനിക്ക് വരുമാനം ഉണ്ടാക്കി തന്നത് ഈ പറയുന്ന ബിസിനസ് അവസരമാണ്. അതുകൊണ്ടാണ് എന്റെ കടം തീർന്നത്, ഈ പറയുന്ന ഒരു കാർ എടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഒരു 2 വീലർ എടുക്കാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു വീട് വെക്കാനോ ഉള്ള കടം തീർത്ത് സമാധാനത്തിൽ ഇരിക്കാനോ കൂടെ ഒരു അഡീഷണൽ വരുമാനത്തിനോ ഒരു ട്രിപ്പ് പോവാനോ അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യാനോ ഒരു മൊബൈൽ വാങ്ങിക്കാനോ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം പൈസ കൊണ്ട് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് fijicart.com എന്ന് പറയുന്നത്. വലിയ റിസ്ക് ഇല്ലാതെ, വലിയ ടാർഗറ്റുകൾ ഇല്ലാതെ, അല്ലെങ്കിൽ വലിയ എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത, ഒന്നും തന്നെ ചോദിക്കാത്ത, നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്യാൻ, ഒരു റിസ്ക് എടുക്കാൻ, ഒരു കുഞ്ഞു റിസ്ക്, ഏതൊരു വീട്ടമ്മയ്ക്കും എടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റിസ്ക്, അപ്പുറത്തെ ചന്ദ്രേട്ടന്റെ കടയിൽ നിന്നോ അല്ലെങ്കിൽ അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ വാങ്ങിക്കുന്നത് ഒരൊറ്റ തവണ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ആജീവനാന്തകാല വരുമാനമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എന്റെ പേരിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരേ ഒരു സാധനം ഫിജിക്കാർട്ടാണ്. നല്ല വർക്കത്തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫിജിക്കാർട്ടിൽ എന്റെ പേര് രജിസ്റ്റർ ചെയ്തതിന് പിന്നെയാണ് എനിക്ക് ഈ കാറ് വന്നതും 2 വീലർ വന്നതും എന്റെ അക്കൗണ്ടിൽ ഒരു 2000-ൽ കൂടുതൽ രൂപ വന്നതും 50,000-ന്റെ ഫണ്ട് എന്റെ അക്കൗണ്ടിൽ കയറിയതും ഇനി 5 ലക്ഷത്തിന്റെ ഫണ്ട് അടുത്ത റാങ്കിലേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സാധാരണപ്പെട്ട എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്നേക്കാൾ കഴിവുള്ളവരും എന്നേക്കാൾ വിവരമുള്ളവരും എന്നേക്കാൾ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികൾ ഉണ്ടാവും, എന്നേക്കാൾ കോണ്ടാക്ട് ഉള്ള ആളുകൾ ഉണ്ടാവും, അല്ലെ? എന്റെ അത്രയും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. ഒന്നും പേടിക്കണ്ട. ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒറ്റയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല, നമ്മുടെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ധൈര്യമായിട്ട് ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഏറ്റെടുക്കാൻ, കാരണം നിങ്ങളെ വിജയിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ വിജയിപ്പിക്കുന്ന കാര്യം നമ്മൾ ഏറ്റു. ഈ ഒരു ബിസിനസ്സിലേക്ക് റിസ്ക് എടുത്തിട്ട് വരാൻ തയ്യാറാവുക. വലിയ റിസ്ക് അല്ല, കുഞ്ഞു കുഞ്ഞു റിസ്കുകൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ലൈഫിന്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആവും. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റെടുത്ത ഡിസിഷനില് എന്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഫിജിക്കാർട്ട് ഏറ്റെടുക്കുക എന്നുള്ളത്. കാരണം എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ ആയിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു ഫിജിക്കാർട്ടിൽ ഒന്നും ജോയിൻ ചെയ്യണ്ട, സുഹൃത്തുക്കൾ പറഞ്ഞു ഫിജിക്കാർട്ടിൽ ജോയിൻ ചെയ്യണ്ട. അന്നെങ്ങാനും ഞാൻ ആ വാക്ക് കേട്ടതാണെങ്കിൽ ഇന്നും 2000-നും 1000-നും 3000-നും എൻ്റെ ഉമ്മാന്റെ അടുത്തും എൻ്റെ കൂട്ടുകാരികളുടെ അടുത്തും കടം ചോദിക്കേണ്ട അവസ്ഥയിൽ ഞാൻ നടന്നേനെ. അത് പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് ഇന്ന് അവർ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നു. അപ്പൊ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ദിസ് ഇസ് ജസീറ, സോണൽ സെയിൽസ് മാനേജർ ഓഫ് fijicart.com. താങ്ക് യു.